ജസ്റ്റിസുടെ വിളരംഗ പട്ടണത്തിലെ നീതി എപ്പിസോഡ് നമ്പർ 4 ഏവർക്കും സ്വാഗതം. നീതി തേടുമ്പോൾ ഓർത്തിരിക്കാൻ പ്രധാനപ്പെട്ട ഒന്ന്, നീതി നിയമാനുസൃതം പ്രായോഗികമാണോ അല്ലയോ എന്നതാണ്. നിയമമില്ലെങ്കിൽ നീതി നൽകാൻ കോടതിക്ക് അധികാരമുണ്ടോ? ഇത് ഒരു പരീക്ഷണ വിഷയമാണെങ്കിൽ തന്നെയും ഞാൻ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതാണ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾമാർക്കിംഗ് BIS നിലവിൽ വരാനുള്ള കാരണം. ഏറ്റവും അധികം ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങളിലെ ശുദ്ധിയുടെ പേരിലാണ്. 22 കാരറ്റ് ശുദ്ധി സ്വർണ്ണാഭരണങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായ ജുവലേഴ്സ് നൽകി വരുന്നത് പ്രായോഗികമായി പറഞ്ഞാൽ 18 താഴെയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സത്യം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിക്കുകയും ശുദ്ധി സ്വർണം 916 മാറ്റ് ഇന്ത്യയിൽ നടപ്പാക്കണം, അതിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1998 ഞങ്ങളുടെ കൺസ്യൂമർ സംഘടനയായ ഫോക്കസിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത ബില്ലാണ് ഇന്ന് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ബിസ് മുദ്രയുള്ളതായിരിക്കണം. 916 മുദ്ര. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നിയമം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അധികം കബളിക്കപ്പെടുന്ന ഒരു രംഗമാണ് സ്വർണ്ണാഭരണ മാർക്കറ്റ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്, ഒപ്പം മിനറൽസ് ആൻഡ് മെറ്റൽസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഒക്കെ ഹൈക്കോടതിയിൽ ഞാൻ നൽകിയ ബില്ലിൻ്റെ ഒപ്പം വെച്ചു. ആ കേസ് ആദ്യം പരിഗണിച്ചത് ജസ്റ്റിസ് PK ബാലസുബ്രഹ്മണ്യമായിരുന്നു. അങ്ങേര് പിന്നീട് സുപ്രീം കോടതി ജഡ്ജായി ഉയർത്തപ്പെട്ടു. ബാലസുബ്രഹ്മണ്യൻ സാറ് കേസ് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ജുവലേഴ്സിനെ കൂടി റെസ്പോണ്ടൻസ് ആക്കുന്നതല്ലേ ശരി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷനെ തന്നെ ഞാൻ ഇതിൻ്റെ റെസ്പോണ്ടൻ്റ് ആക്കിയിട്ടുണ്ട്, അത് മതിയാവുമല്ലോ യുവർ ഓണർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും കേസ് അഡ്മിറ്റായി നോട്ടീസ് അയക്കാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. ഒപ്പം അന്ന് ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എക്സിബിഷൻ, എക്സ്പോനെറ്റ്, സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി കൊച്ചിയിൽ തുടങ്ങാൻ
തീരുമാനിച്ചത് ഞാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് തൽക്കാലം സ്റ്റേ ചെയ്യണം. കാരണം ശുദ്ധി സ്വർണം വിൽപ്പന ഉറപ്പാക്കാതെ ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾ ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റായ സന്ദേശം അയക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല. അത് എക്സിബിഷൻ നടക്കട്ടെ, നമുക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂവിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു. എക്സിബിഷൻ നടക്കുകയും ചെയ്തു. എക്സ്പോനെറ്റിനെ ഞാൻ ഒരു എതിർ കക്ഷിയായി വച്ചിരുന്നു. എന്തു തന്നെയാണേലും പിന്നീട് ഈ കേസ് വന്നത് ജസ്റ്റിസ് CS രാജൻ്റെ ബെഞ്ചിലാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് അല്പം ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, എവിടെയാണ് ഇതിന് നിയമം? ആ നിയമങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം, ഇല്ലാതെ എനിക്ക് ഈ കേസ് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേസ് കെട്ട് നേരെ ബെഞ്ചിലേക്ക് ഇട്ടുകൊടുത്തു. അത് വല്ലാത്ത വേദനാജനകമായ അനുഭവമായി എനിക്ക് തോന്നി. ഒരു ജഡ്ജി നീതി നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥ ഒരു ജഡ്ജി ഇങ്ങനെ നിയമം കർക്കശമായി ഉണ്ടായിരിക്കണം, എന്നാലേ അത് പരിഗണിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആ നിലപാട് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡോക്ടർ AS ആനന്ദന് ഒരു നീണ്ട റെപ്രസെൻറ്റേഷൻ അയച്ചു. കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ഇങ്ങനെ ആണ് പെരുമാറിയത്. ഇത് ഗോൾഡ് ലോബിയോട് മാഫിയയോടുള്ള അടുപ്പം കൊണ്ടാണ്. ഇത് പാടില്ല. ജനങ്ങൾ ഏറ്റവും അധികം കബളിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് ഗോൾഡ് ആൻഡ് സിൽവർ ഡയമണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് ഈ കേസ് ജസ്റ്റിസ് CN രാജനിൽ നിന്ന് മാറ്റി വേറൊരു ബെഞ്ചിലേക്ക് മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ പ്രതികരണമാണോ പ്രത്യക്ഷ ഫലമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം കേസ് വന്നപ്പോൾ ആ കേസ് ഡോക്ടർ ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ്റെ ബെഞ്ചിലാണ് വന്നത്. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് റെസ്പോണ്ടൻസിൻ്റെ കൗൺസിലർമാരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല? 3 ആഴ്ച, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് കൗണ്ടർ ഫയൽ ചെയ്യണമെന്ന് അദ്ദേഹം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രൊമോഷനായിട്ട് ചീഫ് ജസ്റ്റിസായി മാറിപ്പോയി. പിന്നീട് ഈ കേസ് പരിഗണനയ്ക്ക് വന്നത് ജസ്റ്റിസ് JB കോശി സാറിൻ്റെ ബെഞ്ചിലാണ്. അദ്ദേഹത്തെ ഞാൻ അർത്ഥശാസ്ത്ര സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് BC 4-5 നൂറ്റാണ്ടിൽ വരെ ഇത് സ്വർണശുദ്ധി ഉറപ്പുവരുത്താനായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അർത്ഥശാസ്ത്രത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു. ജസ്റ്റിസ് JB കോശി ഉടൻ തന്നെ തൂക്കത്തിലും ശുദ്ധിയിലും കൃത്യമായി സ്റ്റാൻഡേർഡ് പാലിക്കണം, അല്ലാത്തവർക്കെതിരെ കേസെടുക്കണം എന്ന് ഇടക്കാല ഉത്തരവിടുകയും ചെയ്തു. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിധിയായി. അന്ന്
സ്വർണ്ണ വ്യാപാരികൾക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് MC മാധവനാണ്. വ്യാപാരികൾ ആദ്യം സമീപിച്ചത് ജസ്റ്റിസ് പരിപൂർണനെയാണ്, സുപ്രീം കോടതി ജഡ്ജായിരുന്ന പരിപൂർണ സ്വാമിയെ. എന്നാൽ അദ്ദേഹം അത് തൻ്റെ അസോസിയേഷനിലെ ഒരു അഡ്വക്കേറ്റ് MC മാധവനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ അഭിഭാഷകനായ MC മാധവൻ ഹൈക്കോടതിയുടെ രജിസ്ട്രാറായി 3 പ്രാവശ്യം ടെനർ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പീരീഡ് നീട്ടിക്കൊടുത്തിട്ടുള്ള എല്ലാവർക്കും സുസമ്മതനായ ഒരു രജിസ്ട്രാറായിരുന്നു. അദ്ദേഹം ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നവരായിരുന്നു എല്ലാ ജഡ്ജിമാരും ഇപ്പോൾ എന്നുള്ളൊരു ധാരണയിലാവാം മാധവൻ സാറ് കേസ് കൈകാര്യം ചെയ്തത്. വളരെ ലാളിത്യത്തോടു കൂടിയാണ് കേസ് കൈകാര്യം ചെയ്തത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് ജസ്റ്റിസ് JB കോശിയിൽ നിന്ന് അപ്പോൾ ലഭിച്ചത്. അദ്ദേഹം ഞെട്ടിപ്പോയി. ആ ഇടയ്ക്ക് എൻ്റെ സ്നേഹിതൻ നൾനാഷൻ നായർ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ആലപ്പാട്ട് ജുവലറിക്കാരൻ അദ്ദേഹത്തിൻ്റെ ക്ലോസ് സ്നേഹിതനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോർജ് സൂക്ഷിക്കണം, ഇതിനെതിരെ വ്യാപാരികളെല്ലാം പുകഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ വരെ അവർ ശ്രമിക്കുന്ന ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. എന്തു തന്നെയാണെങ്കിലും ജസ്റ്റിസ് JB കോശി ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് ഇട്ടതിനെ തുടർന്ന് പിറ്റേ മാസം കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇത് ന്യായമായ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ കാണുന്നു, ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്ന എന്ന പരാതിക്കാരൻ്റെ നിലപാട് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ മുദ്ര എല്ലാ ആഭരണങ്ങളിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ സ്റ്റേജായിട്ട് വോളണ്ടറി ആണ്, കമ്പൽസറി അല്ല എന്ന് പറഞ്ഞ് അവർ അഫിഡവിറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഒരു വോളണ്ടറി സംവിധാനമല്ല നമുക്ക് ആവശ്യം, ശക്തമായ നിയമമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. കമ്പൽസറി ആയിട്ട്, മാൻഡേറ്ററി ആയിട്ട് ഇത് നടപ്പിലാക്കണം. ബിസിൻ്റെ മുദ്ര പതിപ്പിക്കുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ മുദ്ര 916 പതിപ്പിക്കുന്ന സംവിധാനം, ഹോൾമാർക്കിംഗ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരണം. അത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ നടപ്പിലായിട്ടുള്ളതാണ്. ഹോൾമാർക്കിംഗ് ഇന്ത്യയിൽ അത് കൊണ്ടുവരണം. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 80% കേരളത്തിലെ ഉപഭോക്താക്കളാണ് വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ള സത്യവും കൂടെ ഞാൻ കോടതിയെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ജസ്റ്റിസ് JB കോശി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനോട് പറഞ്ഞു, ഇത് പരിഗണിക്കണം എന്ന്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു. വോളണ്ടറി ആയിട്ട് തന്നെ അവരിത് നടപ്പിലാക്കി. 916 മുദ്ര നിർബന്ധമാക്കി. 22 കാരറ്റ്, അതാണ്
ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലുടനീളം വിൽക്കപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ സ്വർണ്ണശുദ്ധി അത് ഉറപ്പാക്കാനായിട്ട് അവർ ഹാൾമാർക്കിംഗ് സെൻറ്റേഴ്സ് അസേ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉടനീളം സ്ഥാപിച്ചു. പിന്നീട് അത് നിർബന്ധമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹോൾമാർക്ക് ചെയ്ത ആഭരണങ്ങളാണ് വിൽക്കപ്പെടുന്നതെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് കണ്ടിട്ട് കേരള ലീഗൽ മെട്രോളജി ഇതിൽ റെസ്പോണ്ടൻ്റ് ആയിരുന്നു. അവർ ഈ പറഞ്ഞിട്ടുള്ള ഒരു പരിശോധന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ അന്ന് ബഹുമാനപ്പെട്ട KM മാണി സാറായിരുന്നു ധനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ലീഗൽ മെട്രോളജി. ഞാൻ ഗവൺമെൻറ്റിന് എഴുതി ബിസിൻ്റെ ഹോൾമാർക്കിംഗ് സിസ്റ്റം അത് ഒരു വിജയകഥയല്ല. പലരും ഇത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ് വിൽക്കുന്നത്. അതുകൊണ്ട് ഈ ബിസ് മുദ്രയുള്ളത് പരിശോധിക്കാനായിട്ട് ലീഗൽ മെട്രോളജിയുടെ കീഴിൽ ഒരു ലാബറട്ടറി തുടങ്ങണമെന്ന് എഴുതി. അത് ലീഗൽ മെട്രോളജിക്കാർ ശരിയായ വിധം മനസ്സിലാക്കുകയും എറണാകുളത്തെ കാക്കനാട് മെട്രോളജി ഭവനിൽ ഒരു ലാബറട്ടറി സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനത്തിന് എറണാകുളത്ത് കൂടിയ വമ്പൻ സദസ്സായിരുന്നു. അത് മാണി സാറിന് ഈ പറഞ്ഞിട്ടുള്ള പരിശോധനയ്ക്കുള്ള ആദ്യത്തെ സാമ്പിൾ എന്നെ കൊണ്ടാണ് ലീഗൽ മെട്രോളജിക്കാർ കൊടുപ്പിച്ചത്. ആ സാമ്പിള് പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അന്നത്തെ ഡെപ്യൂട്ടി കൺട്രോളറായിരുന്ന ശശീന്ദ്രൻ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വെറുതെ ചിരിച്ചു തള്ളി. അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ മോതിരമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പെട്ടെന്ന് ഒരു സാമ്പിള് എന്നെ കൊണ്ട് കൊടുപ്പിക്കാനായിട്ട് തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ മോതിരം തന്നെ ശുദ്ധ സ്വർണ്ണമാണെന്നുള്ള ബോധ്യത്തിൽ എന്നെ കൊണ്ട് മാണി സാറിന് ആ ഒരു ആദ്യത്തെ സാമ്പിൾ പരിശോധനയ്ക്ക് കൊടുപ്പിക്കുകയാണ് ചെയ്തത്. എന്ത് തന്നെയാണെങ്കിലും ഒരിക്കലും ഞാൻ കാക്കനാട് ലാബ് സന്ദർശിച്ചപ്പോൾ അവിടെ അതിൻ്റെ ഇൻചാർജ് ആയിരുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്നെ ലാബിലേക്ക് ക്ഷണിക്കുകയും എങ്ങനെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്ന് വിവരിച്ചു തരികയും ചെയ്തു. ആ സമയത്ത് ഒരു സംഭവമുണ്ടായി. ഒരു ഉപഭോക്താവ് ജോസ്കോയിൽ നിന്ന് താൻ വാങ്ങിയ 5 പവൻ്റെ ഒരു മാല അത് 3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെമ്പ് പുറത്ത് വന്നു, കളറ് മാറി. ആ പരാതിയുമായിട്ടാണ് അതിന് പരിശോധിക്കാനായിട്ട് അവിടെ ലീഗൽ മെട്രോളജിയുടെ ലാബിലേക്ക് അവർ എത്തിയത്. അപ്പോൾ ഉണ്ടായ അനുഭവം എന്നെ ഞെട്ടിച്ചു. ആ ഇൻസ്പെക്ടർ, ഞാൻ പേര് മനഃപൂർവ്വം പറയുന്നില്ല, അവരോട് പറഞ്ഞു, ഇത് ജോസ്കോയിൽ നിന്ന് വാങ്ങിയെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. പിന്നെ എന്തിനാണ് കേസിനും വക്കാണത്തിനും നടക്കുന്നത്? ഇത് ഭയങ്കരമായ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ലോബിയും ലീഗൽ മെട്രോളജിയുടെ ലാബറട്ടറി നടത്തിപ്പിക്കുന്നവരും തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ടായി. അതുകൊണ്ട് അവിടെ അന്നേ വരെ ഈ
ഈ ലാബ് തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. അന്നേ വരെ ആകെ 5 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. അതിൽ 3 കോടതി എത്തിച്ച മോഷണ വസ്തുക്കളുടെ ശുദ്ധി സ്വർണമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് 3 പരിശോധന. സാധാരണ ജനങ്ങൾ അവിടെ ആകെ 2 പേരാണ് ചെന്നത്. എന്നാൽ ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യേന ഈ കേരളത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരാണ്. അവർക്ക് ആർക്കും ഈ മഞ്ഞ ലോകത്തിൻ്റെ മായാവിലാസത്തെക്കുറിച്ച് യാതൊരു വിശ്വാസക്കുറവുമില്ല. അവരാരും തങ്ങൾ വാങ്ങുന്ന അതിൻ്റെ ബില്ല് പോലും വാങ്ങാതെ അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്ത് ഈ കൈകാര്യം ചെയ്യുന്നത്. അത് തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കരുതണം. സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി, ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എത്രയധികം കഷ്ടപ്പെട്ട് ഇങ്ങനെ ലാബറട്ടറി വരെ സ്ഥാപിപ്പിച്ച് ഈ പോരാട്ടം നടത്തിയപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു നില ആണ് ഇപ്പോൾ അവിടെ പരിശോധിക്കാനായിട്ട് ആരും ചെല്ലുന്നില്ല എന്നുള്ള സത്യാവസ്ഥ. നീതി എങ്ങനെയാണ് നടപ്പാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു നീതി തേടുന്നവന് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ നീതി എന്നുള്ളത് മനസ്സിലാക്കി അതിന് പൂർണ്ണമായ സഹകരണം കോടതിക്കും സമൂഹത്തിനും സംവിധാനങ്ങൾക്കും നൽകണം. ഇല്ല എങ്കിൽ നിയമം നടപ്പാക്കിക്കൊണ്ട് മാത്രം അത് വെള്ളരിങ്ങ പട്ടണത്തിലെ നീതി നടത്തിപ്പ് പോലെയായി മാറും എന്നാണ് എൻ്റെ എളിയ വിശ്വാസം. നമ്മൾ നീതിക്ക് വേണ്ടി പോരാടണം. പക്ഷേ ആ പോരാട്ടം ഒരു പ്രത്യേക സംഭവത്തിലോ ഇവൻറ്റിലോ ആകരുത്. തുടർച്ചയായിട്ടുള്ള പോരാട്ടവും അത് നടത്തി കൊണ്ടുപോകുന്നത് ഉറപ്പാക്കുകയും ചെയ്യണം. അതിനുള്ള കടമ നമുക്കുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ആഹ്വാനവും അത് തന്നെ. താങ്ക് യു വെരി മച്ച്.